Hello my dear students, welcome back to our teleclasses. Okay, നമ്മൾ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയെ കുറിച്ചാണല്ലോ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ. ഞാൻ നിങ്ങൾക്ക് റിങ്ങും ഡിസ്കും റോഡും പഠിപ്പിച്ചു തന്നു. ഇന്ന് പുതിയ തിയറംസ് പഠിപ്പിക്കുമെന്നുള്ളോട് പറഞ്ഞിരുന്നു. പാരലൽ ആക്സിസ് തിയറം, പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം. അതിലേക്ക് പോകുന്നതിന് മുന്നേ കഴിഞ്ഞ എപ്പിസോഡുകളിൽ പഠിപ്പിച്ച കാര്യം നിങ്ങളുടെ മെമ്മറിയിലുണ്ടോയെന്ന് അറിയാൻ വേണ്ടി ഒരു പ്രോബ്ലം ചെയ്യാം നമുക്ക്. ഓക്കെ, ഇതാണ് പ്രോബ്ലം. Consider a system of two particles, M1 and M2. രണ്ടുപേര്. The separation between them is R. Okay. The total separation between the two masses given, that it is R. Find the moment of inertia of the system about an axis passing through their center of mass. ഇവിടെയാണ് സെൻറ്റർ ഓഫ് മാസ്. രണ്ടുപേരുടെയും കൂടെയുള്ള M1ൻ്റെയും M2ൻ്റെയും കൂടെയുള്ള സെൻറ്റർ ഓഫ് മാസ് ഇവിടെയാണ്. Passing through center of mass and perpendicular to the line joining them. Okay, line joining them ഇതാ അതിന് പെർപെൻഡിക്കുലർ. ഓക്കെ, അപ്പം മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കാണണം, അതിനുശേഷം റേഡിയസ് ഓഫ് ഗൈറേഷൻ കാണണം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം പറയേണ്ടത് ടോട്ടൽ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുമ്പോൾ എന്താ വരിക? ഇതല്ലേ ആക്സിസ്. നിങ്ങൾക്ക് എൻ പാർട്ടിക്കിൾ സിസ്റ്റം ആണെങ്കിൽ എല്ലാം കൂടെ ആഡ് ചെയ്യണമെന്നല്ലേ ഞാൻ പഠിപ്പിച്ചത്. അപ്പോൾ സെൻറ്റർ ഓഫ് മാസിലൂടെ തന്നെയാണ് ആക്സിസ് ചൂസ് ചെയ്തത്. ഇപ്പോൾ ഇയാളുടെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ M1 R1 സ്ക്വയർ, ഇയാളുടെയോ M2 R2 സ്ക്വയർ. ഇതാ ടോട്ടൽ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് സെൻറ്റർ ഓഫ് മാസ് ഈസ് I ഈക്വൽ ടു M1 R1 സ്ക്വയർ പ്ലസ് M2 R2 സ്ക്വയർ. ക്ലിയർ അല്ലേ? അയ്യോ, ഒരാൾ ലെഫ്റ്റ് സൈഡിലും ഒരാൾ റൈറ്റ് സൈഡിലോട്ടും, ഒന്ന് നെഗറ്റീവ് ഒന്ന് പോസിറ്റീവ്, അങ്ങനെ ഇല്ല. മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കുമ്പോൾ രണ്ടുപേരുടെയും മൊമെൻ്റ് ഓഫ് ഇനേർഷ്യകൾ നിങ്ങൾ ആഡ് ചെയ്യണം. No need to take negative sign. Okay, so M1 R1 square plus M2 R2 square. ഈ R1 കാണാനുള്ള ഇക്വേഷൻ ഈ ചാപ്റ്ററിൻ്റെ ബിഗിനിങ്ങിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. R1 ഈസ് ഈക്വൽ ടു M2R ഡിവൈഡഡ് ബൈ M1 പ്ലസ് M2 എന്നും, അതുപോലെ തന്നെ ഈ R2 ഈസ് ഈക്വൽ ഒന്നുകിൽ R മൈനസ് R1 എടുക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? M1R ഡിവൈഡഡ് ബൈ M1 പ്ലസ് M2 കിട്ടുമെന്നും ഞാൻ നേരത്തെ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് സെൻറ്റർ ഓഫ് മാസ് പറഞ്ഞ സമയത്ത്. ഇതാ കിടക്കുന്നു. R1 ഈസ് ഈക്വൽ ടു M2R ഡിവൈഡഡ് ബൈ M1 പ്ലസ് M2. അതുപോലെ തന്നെ R2 ഈക്വൽ ടു M1R ഡിവൈഡഡ് ബൈ M1 പ്ലസ് M2. ഇത് രണ്ടും ഓൾറെഡി പഠിപ്പിച്ചതുകൊണ്ട് ഞാനിത് വീണ്ടും ഡിറൈവ് ചെയ്യുന്നില്ല. ദെൻ ടോട്ടൽ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് ദിസ് ആസ് ആക്സിസ് എങ്ങനെ കണ്ടുപിടിക്കും? ICM is equal to M1 R1 square plus M2 R2 square. M1 into, you replace R1 square by this term, R2 square by this term. So M1 into M2R by M1 plus M2 all square plus M2 into M1R by M1 plus M2 all square. ഓക്കെ, അതിലെ ലൈക്ക് ടേമുകളെ ഒരുമിച്ചാക്കും. അപ്പോൾ നമുക്കിതാ പുതിയൊരു റിസൾട്ട് കിട്ടുന്നു. M1 M2 by M1 plus M2 into R സ്ക്വയർ. അതായത് ഈ അറേഞ്ച്മെൻറ്റിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് ദിസ് ആസ് ആക്സിസ് ഈസ് ഈക്വൽ ടു I ഈക്വൽ ടു മ്യൂ ആർ സ്ക്വയർ. ഓർമ്മിച്ച് വെച്ചോളൂ, I ഈസ് ഈക്വൽ ടു മ്യൂ ആർ സ്ക്വയർ, വേർ മ്യൂ ഈസ് M1 M2 by M1 plus M2. നമ്മൾ അറ്റോമിക് ലെവലിലേക്കൊക്കെ പോകുമ്പോൾ ഇപ്പോൾ കാർബൺ, ഓക്സിജൻ, കാർബൺ മോണോക്സൈഡ്, അതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് ഇവിടെയാണ്. ഈ ആക്സിസിൽ റിവോൾവ് ചെയ്യുമ്പോൾ കാർബൺ മോണോക്സൈഡിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ I ഈക്വൽ മ്യൂ ആർ സ്ക്വയർ എന്ന് പറയും. മ്യൂ ഈക്വൽ ടു M1 M2 by M1 പ്ലസ് M2 എന്ന് പറയും. വേർ മ്യൂ ഈസ് കാൾഡ് റെഡ്യൂസ്ഡ് മാസ് ഓഫ് കാർബൺ ആൻഡ് ഓക്സിജൻ എന്ന് പറയാറുണ്ട്. അപ്പോൾ ഇവിടെ രണ്ട് മാസുകളാണെങ്കിൽ മ്യൂ ഈക്വൽ ടു M1 M2 by M1 പ്ലസ് M2 ഈസ് കാൾഡ് റെഡ്യൂസ്ഡ് മാസ് ഓഫ് M1 ആൻഡ് M2. ഓക്കെ, അപ്പോൾ ടോട്ടൽ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഓർമ്മിച്ച് വെച്ചോളൂ. ഒരു ടു പാർട്ടിക്കിൾ സിസ്റ്റം M1 ആൻഡ് M2 സെപ്പറേറ്റഡ് ബൈ ഡിസ്റ്റൻസ് R. ആക്സിസ് ഏതിലൂടെയാണ് പാസ് ചെയ്യുന്നത്? ആക്സിസ് പാസിംഗ് ത്രൂ സെൻറ്റർ ഓഫ് മാസ് ആൻഡ് പെർപെൻഡിക്കുലർ ടു ദ ലെങ്ത്. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ ഇതാണ്. I ഈസ് ഈക്വൽ ടു മ്യൂ ആർ സ്ക്വയർ, വേർ മ്യൂ ഈസ് കാൾഡ് റെഡ്യൂസ്ഡ് മാസ്. ഓക്കെ, ദെൻ നിങ്ങൾക്ക് റേഡിയസ് ഓഫ് ഗൈറേഷൻ കാണാൻ ഒന്നുമില്ല. നിങ്ങൾ I ഈസ് ഈക്വൽ MK സ്ക്വയറുമായിട്ട് ഇക്വേറ്റ് ചെയ്യുക. I ഈക്വൽ ടു MK സ്ക്വയർ പഠിപ്പിച്ചില്ലേ? I ഈക്വൽ MK സ്ക്വയർ. രണ്ടും കൂടെ ഇക്വേറ്റ് ചെയ്ത് കെയുടെ വാല്യൂ നിങ്ങൾ കണ്ടുപിടിക്കുക. K ഈസ് ഈക്വൽ ടു എന്താ വെച്ചാൽ അത് കണ്ടുപിടിക്കുക.
രണ്ട് ഇക്വേഷൻ ഏതാണ്? ഐ ഈസ് ഈക്വൽ മ്യൂ ആർ സ്ക്വയർ, ഐ ഈസ് ഈക്വൽ എം കെ സ്ക്വയർ, ദെൻ യു സോൾവ് ദ പ്രോബ്ലം. ഓക്കെ, യെസ്, നമ്മുടെ പാരലൽ ആക്സിസ് തിയറം. ഈ തിയറം നമ്മളെ എന്തിന് ഹെൽപ്പ് ചെയ്യുന്നു? ഒരു ബോഡിയുടെ പല ആക്സിസുകളുടെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കാനുള്ള ഒരു ഷോർട്ട് കട്ടാണ് പാരലൽ ആക്സിസ് തിയറം. ഒന്ന് രണ്ട് കണ്ടീഷനുണ്ട്, ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ പാരലൽ ആക്സിസ് തിയറം, ഇതാ ഒരു ബോഡി, ഈ ആക്സിസ് ഉണ്ടല്ലോ, ഇതായി കാണുന്ന ബ്ലാക്ക് ലൈൻ, അത് ഏതിലൂടെ പാസ് ചെയ്തത്? സെൻറ്റർ ഓഫ് മാസിലൂടെ. ഓക്കെ, ആ സെൻറ്റർ ഓഫ് മാസിലൂടെ ഈ ബോഡി റിവോൾവ് ചെയ്തിരുന്നെങ്കിൽ ആ ബോഡിയുടെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയാണ് ICM. വാട്ട് ഈസ് ICM? ICM എന്ന് പറഞ്ഞാൽ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദ ബോഡി എബൌട്ട് ആൻ ആക്സിസ് പാസിംഗ് ത്രൂ ഇറ്റ് സെൻറ്റർ ഓഫ് മാസ്. സംഹൗ ആ വാല്യൂ നമുക്കറിയാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ബോഡി റിവോൾവ് ചെയ്യുന്നത് ഈ ആക്സിസിലല്ല. ബോഡി റിവോൾവ് ചെയ്യുന്നത് വേറൊരു ആക്സിസ് AB എന്ന് വിചാരിച്ചോളൂ, AB. ആ ആക്സിസിനെ ബേസ് ചെയ്താണ് ബോഡി റിവോൾവ് ചെയ്യുന്നത്. നമുക്ക് ആ ആക്സിസിലെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അത് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? അത് കണ്ടുപിടിക്കാൻ നോക്കൂ, ഒരു കണ്ടീഷൻ ആദ്യമേ പറയുന്നു, പാരലൽ ആക്സിസ് തിയറം എന്നാണ് പേര് തന്നെ. അങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ ചൂസ് ചെയ്യുന്ന ഈ ആക്സിസ് ഓൾറെഡി സെൻറ്റർ ഓഫ് മാസിലൂടെ പോയ ആക്സിസ് ഉണ്ടല്ലോ, അതിന് പാരലൽ ആണെങ്കിൽ മാത്രമേ ഈ തിയറം അപ്ലിക്കബിൾ ആയിട്ടുള്ളൂ. ഓക്കെ, ഹെൻസ് ദ നെയിം പാരലൽ ആക്സിസ് തിയറം. അപ്പോൾ ഇഫ് യു വാണ്ട് ടു ഫൈൻഡ് IAB, ദ കണ്ടീഷൻ ഇതാണ്, IAB ഈസ് ഈക്വൽ ടു നോട്ട് കണ്ടീഷൻ, റിസൾട്ട് ഇതാണ്, IAB ഈസ് ഈക്വൽ ടു ICM പ്ലസ് ടോട്ടൽ മാസ് ഓഫ് ദ ബോഡി ഇൻറ്റു D square. What is D here? D is the perpendicular distance between the two axes. D is the perpendicular distance between the two axes. അപ്പോൾ ഇതാണ് കണ്ടീഷൻ. ഈ ആക്സിസിലെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കാൻ സെൻറ്റർ ഓഫ് മാസിലൂടെ പോകുന്ന ആക്സിസിലെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ അറിയാമെങ്കിൽ ദാറ്റ് പ്ലസ് ടോട്ടൽ മാസ് ഓഫ് ദ ബോഡി ഇൻറ്റു സ്ക്വയർ ഓഫ് ദി perpendicular distance between the two axes. ക്ലിയർ ആയോ? ഇതാണ് ഡെഫിനിഷൻ. എന്താ താഴെ കൊടുത്തിട്ടുണ്ട്? ദ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ ബോഡി എബൌട്ട് എനി ആക്സിസ്. ഇവിടെ എനി ആക്സിസ് എന്ന് പറയുമ്പോൾ മീൻ ചെയ്യുന്നത് ഇതാണ് ആക്സിസ് എന്ന് വിചാരിച്ചോളൂ. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്, ആ ആക്സിസ് സെൻറ്റർ ഓഫ് മാസിലൂടെ പോകുന്ന ആക്സിസിന് എങ്ങനെ വരണം? പാരലായിട്ട് വരണം. എനി ആക്സിസ് equal to moment of inertia about parallel axis through its center of mass, that is ICM, plus add ചെയ്യണം plus the product of mass of the body, and square of the perpendicular distance. ഇതാ MD square വേണം കേട്ടോ, MD square of the perpendicular distance between the two axes. അപ്പോൾ IAB is equal to ICM plus MD square, where D is the perpendicular distance between the two axes. പ്രൂഫ് വേണോ ഇതിൻ്റെ? നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. അത്ര ടഫൊന്നുമല്ല, സിമ്പിളാണ്. അപ്പം ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ പ്രൂഫ് കൂടെ പറഞ്ഞുതരാം. നോക്കൂ. ഇതാണ് സെൻറ്റർ ഓഫ് മാസ്. ഓക്കെ, ഈ ആക്സിസിനെ ബേസ് ചെയ്ത് ആദ്യം റിവോൾവ് ചെയ്യുന്നു അസ്യൂം ചെയ്യും. ഇപ്പം നമ്മുടെ ആദ്യത്തെ അസംഷൻ നോക്കൂ. കൺസിഡർ എ ബോഡി ഹൂസ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എബൌട്ട് ആക്സിസ് പാസിംഗ് ത്രൂ സെൻറ്റർ ഓഫ് മാസ് ഈസ് ICM. ലെറ്റ് സ്മോൾ m ഈസ് ദ മാസ് ഓഫ് എ പാർട്ടിക്കിൾ അറ്റ് എ ഡിസ്റ്റൻസ് x ഫ്രം ദ ആക്സിസ് ഓഫ് റൊട്ടേഷൻ. Then moment of inertia of the body about center of mass as axis. നോക്കൂ, ആദ്യം ചെയ്ത ടെക്നിക്ക് എന്താ? ഒരു സ്മോൾ എലമെൻ്റൽ മാസ്, ഒരു സ്മോൾ മാസ് എടുത്തു, സ്മോൾ മാസ്. അയാൾ എത്ര ഡിസ്റ്റൻസ് അകലെയാണ്? സെൻറ്റർ ഓഫ് മാസ് ഇവിടെയാണല്ലോ, ഈ ആക്സിസിൽ നിന്നും x ഡിസ്റ്റൻസ് അകലെയാണ്. അങ്ങനെയാണെങ്കിൽ ആ മാസിൻ്റെ മാത്രം മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്തായിരിക്കും? mx² എന്നല്ലേ വരാം? mx², മാസ് ഇൻറ്റു സ്ക്വയർ ഓഫ് ദാറ്റ് ഡിസ്റ്റൻസ്, mx², mr² വരെ mx². ക്ലിയർ അല്ലേ? mx². അപ്പോൾ സെൻറ്റർ ഓഫ് മാസിനെ ബേസ് ചെയ്ത് ടോട്ടൽ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കിട്ടാൻ എന്ത് ചെയ്യണം?
സിഗ്മ എം എക്സ് സ്ക്വയർ എടുക്കണം. ഇതാ ഐ സി എം ഈസ് ഈക്വൽ ടു സിഗ്മ സ്മോൾ എം ഇൻറ്റു എക്സ് സ്ക്വയർ. സിഗ്മ സ്മോൾ എം ഇൻറ്റു എക്സ് സ്ക്വയർ. സിഗ്മ സ്മോൾ എം എന്ന് പറയുമ്പോൾ അത് ആരായിരിക്കും? അല്ലെങ്കിൽ ടോട്ടൽ മാസ് കണ്ടുപിടിക്കണമെങ്കിൽ ഈ ഇതുപോലുള്ള കുറേ മാസുകൾ കൊണ്ടാണ് ഈ എൻറ്റയർ മാസ് ഉണ്ടാക്കിയത് അസ്യൂം ചെയ്യണം. ഇൻ്റഗ്രേറ്റ് ചെയ്ത് ടോട്ടൽ മാസ് കണ്ടുപിടിക്കാൻ പറ്റും. എന്തായാലും സിഗ്മ എം എക്സ് സ്ക്വയർ ആണ് എന്ത്? മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദ ബോഡി എബൌട്ട് ആൻ ആക്സിസ് പാസിംഗ് ത്രൂ ഇറ്റ് സെൻറ്റർ ഓഫ് മാസ്. അത് ക്ലിയർ അല്ലേ? ഇനി നമ്മൾ ചെയ്യുന്ന പ്രൊസീജിയർ എന്താ? കൺസിഡർ ആൻ ആക്സിസ് എ. ഇതാ ആക്സിസ്. ഈ ആക്സിസിനെ ബേസ് ചെയ്താണ് ആക്ച്വലി ബോഡി റിവോൾവ് ചെയ്യുന്നത്. എ പാരലൽ ടു ദ സി എം ആക്സിസ്. സി എം ആക്സിസ് എന്ന് പറഞ്ഞാൽ സെൻറ്റർ ഓഫ് മാസിലൂടെ പോകുന്ന ആക്സിസിന് പാരലൽ ആയിട്ടുള്ള വേറൊരു ആക്സിസ്. സെപ്പറേഷൻ ബിറ്റ്വീൻ ദം ഈസ് ഡി. ഫിഗറിൽ ക്ലിയർ ആണ്. ഇതാ ഈ ആക്സിസും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഡി ആണ്. അങ്ങനെയാണെങ്കിൽ ആ ആക്സിസിനെ ബേസ് ചെയ്തുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? ഐ എ ഈസ് ഈക്വൽ ടു എങ്ങനെ കണ്ടുപിടിക്കും? ഇതേപോലെ തന്നെ അപ്ലൈ ചെയ്യും. സിഗ്മ എം ഇൻറ്റു, അതായത് ആ സ്മോൾ എം തന്നെ കേട്ടോ, സ്മോൾ എം ഇൻറ്റു ഇവിടുന്ന് ഇവിടേക്കുള്ള അകലം ഡി പ്ലസ് എക്സ് അല്ലേ? ഇതാ ഇത്രയും ദൂരം ഡി ഉണ്ട്, പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് എക്സ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡി പ്ലസ് എക്സ് ദ ഹോൾ സ്ക്വയർ എന്ന് എടുത്തൂടെ? എന്തിനാ സിഗ്മ? ഇതുപോലെ കുറേ മാസുകളുണ്ട്. ഇവരുടെ എല്ലാവരുടെയും കൂടെയുള്ള ടോട്ടൽ എടുക്കുക എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രേറ്റ് ചെയ്യല്ലേ ചെയ്യുക. ഓക്കെ, അപ്പോൾ കണ്ടോ, ഐ സി എം എന്ന് പറയുമ്പോൾ സിഗ്മ എം എക്സ് സ്ക്വയർ നമ്മൾ ചൂസ് ചെയ്ത ഡാറ്റ അനുസരിച്ച് കേട്ടോ. സിഗ്മ എം ഇൻറ്റു ഡി പ്ലസ് എക്സ് ഹോൾ സ്ക്വയർ ആണ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എബൌട്ട് ആൻ ആക്സിസ് പാസിംഗ് ത്രൂ എ. എന്ന് പറയുമ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ട ആക്സിസ്, ഏത് ആക്സിസിലെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ആണോ കാണുന്നത് ആ ആക്സിസ് ആണ് എയിലൂടെ പാസ് ചെയ്യുന്നത്. ഓക്കെ, ഈ പോയിന്റിലൂടെ പാസ് ചെയ്യുന്നത് കേട്ടോ. ഇനി നമ്മൾ എക്സ്പാൻഡ് ചെയ്തു. ഈ ഡി പ്ലസ് എക്സ് ഹോൾ സ്ക്വയർ ഈസ് ഡി സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് 2xd. ഡൗട്ടില്ലല്ലോ? എ പ്ലസ് ബി ഹോൾ സ്ക്വയർ. ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. സിഗ്മ എം ഡി സ്ക്വയർ പ്ലസ് സിഗ്മ എം എക്സ് സ്ക്വയർ പ്ലസ് സിഗ്മ ഇൻറ്റു ഈ 2 പുറത്തോട്ട് വന്നു, സിഗ്മ ഇൻറ്റു എം എക്സ് ഡി. എം എന്ന് പറയുമ്പോൾ കോമൺ ആണല്ലോ, എം എല്ലാവർക്കും ഉണ്ട്. ഓക്കെ, ഈ സിഗ്മ എം ഡി സ്ക്വയർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം സിഗ്മ എം ഡി സ്ക്വയറിൽ ഡി ഒരു കോൺസ്റ്റൻ്റാണ്. കാരണം ഈ അകലം ഒരു കോൺസ്റ്റൻ്റ് ആണല്ലോ. ഡി ഈസ് ദ സെപ്പറേഷൻ ബിറ്റ്വീൻ ദ 2 ആക്സിസ്. ഇറ്റ് ഈസ് എ കോൺസ്റ്റൻറ്റ്. അങ്ങനെയാണെങ്കിൽ അയാളെ പിന്നെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മൾ സിഗ്മ എം എന്ന് പറയുമ്പോൾ എന്ത് വരുന്നു? സിഗ്മ എം എന്ന് പറയുമ്പോൾ സിഗ്മ എം മാത്രം എടുക്കുന്നു. സിഗ്മ എം എന്ന് പറയുമ്പോൾ സ്മോൾ മാസുകളെ ആഡ് ചെയ്ത് വന്നാൽ നമുക്ക് എന്താ കിട്ടുക? ക്യാപിറ്റൽ എം എൽ എ കിട്ടുക. അതുകൊണ്ടാണ് സിഗ്മ എം ഡി സ്ക്വയർ ഈസ് റീപ്ലേസ്ഡ് ബൈ ക്യാപിറ്റൽ എം ഇൻറ്റു ഡി സ്ക്വയർ, വേർ ക്യാപിറ്റൽ എം ഈസ് സിഗ്മ എം, ഇറ്റ് ഈസ് ദ ടോട്ടൽ മാസ് ഓഫ് ദ ബോഡി. ക്ലിയർ അല്ലേ? അതുപോലെ സിഗ്മ എം എക്സ് സ്ക്വയർ, അത് നമ്മൾ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്. സിഗ്മ എം എക്സ് സ്ക്വയർ ആരാണ്? ഇതാ നോക്കൂ, സിഗ്മ എം എക്സ് സ്ക്വയർ ഈസ് ഐ സി എം. അപ്പം അത് കിട്ടി. ഓക്കെ, ദെൻ അടുത്തതിലേക്ക് വാ. സിഗ്മ 2 ഇൻറ്റു സിഗ്മ എം എക്സ് ഡി. ഇതിൽ ഡി ഒരു കോൺസ്റ്റൻ്റ് ആണല്ലേ. അപ്പോൾ ബാക്കി വരുന്നത് സിഗ്മ ഇൻറ്റു എം ഇൻറ്റു എക്സ് എന്നല്ലേ വരുന്നത്. എബൌട്ട് ഏത് പോയിൻ്റ് ആയത്? സെൻറ്റർ ഓഫ് മാസിനെ ബേസ് ചെയ്തല്ലേ സിഗ്മ എം എക്സ് എന്ന് വരുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സിഗ്മ അല്ലെങ്കിൽ m1x1 പ്ലസ് m2x2 പ്ലസ് m3x3 പ്ലസ് m4x4 പ്ലസ് എക്സെട്ര വെക്ടോറിയൽ ആഡ് ചെയ്യണം. എന്ത് കിട്ടും? സം ഓഫ് മൊമെൻറ്റ്സ് എബൌട്ട് ദ സെൻറ്റർ ഓഫ് മാസ് ഈസ് 0. നമ്മളൊരു ഡിസ്കിൻ്റെ പ്രോബ്ലം ഒക്കെ ചെയ്തിരുന്നു. അപ്പോൾ സിഗ്മ എം എക്സ് എബൌട്ട് സെൻറ്റർ ഓഫ് മാസ് എന്തായിരിക്കും? 0 ആണ്. സിഗ്മ എം എക്സ് ആരെ ബേസ് ചെയ്ത്? സെൻറ്റർ ഓഫ് മാസിനെ ബേസ് ചെയ്ത് 0 ആണ്. കാരണം കുറേ എം എക്സുകൾ പോസിറ്റീവ് ആണെങ്കിൽ കുറേ എം എക്സുകൾ നെഗറ്റീവാണ്. എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ എബൌട്ട് സെൻറ്റർ ഓഫ് മാസ് എന്തായിരിക്കും? 0. അപ്പോൾ സിഗ്മ എം എക്സ് എന്ന് പറയുന്ന ടേം 0 ആയതുകൊണ്ട് ഇതിലെ ഈ ലാസ്റ്റ് ടേം എന്തായി പോകുന്നു? 0 ആയി പോകുന്നു. ഇതാ നോക്കൂ, സിഗ്മ എം എക്സ് ഈക്വൽ ടു 0. നിങ്ങൾ പറയേണ്ടത് സം ഓഫ് മൊമെൻറ്റ്സ് എബൌട്ട് ദ സെൻറ്റർ ഓഫ് മാസ് ഈസ് 0. അങ്ങനെയാണെങ്കിൽ ബാക്കി നിൽക്കുന്ന ടേമുകൾ ഏതൊക്കെയാണ്? നോക്കൂ, ഐ എ ഈക്വൽ ടു ദ ഈ സിഗ്മ എം എക്സ് സ്ക്വയർ ഈസ് റീപ്ലേസ്ഡ് ബൈ ഐ സി എം. ഓക്കെ, അതുപോലെ തന്നെ സിഗ്മ എം ഡി സ്ക്വയർ റീപ്ലേസ്ഡ് ബൈ ടോട്ടൽ മാസ് ഇൻറ്റു ഡി സ്ക്വയർ. അപ്പോൾ ഫൈനൽ ഇക്വേഷൻ എല്ലാവരും ഒന്ന് മെമ്മറിയിൽ വെച്ചേ. ഇതാണ് ഫൈനൽ ഇക്വേഷൻ. വാട്ട് ഈസ് ഫൈനൽ ഇക്വേഷൻ? മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദ ബോഡി എബൌട്ട് ദ ആക്സിസ് എ, this as axis
പാരലൽ ടു സെൻറ്റർ ഓഫ് മാസ്, പാരലൽ ടു ആക്സിസ് ത്രൂ സെൻറ്റർ ഓഫ് മാസ് കേട്ടോ, ഈക്വൽ ടു ICM plus, come on, ICM plus total mass of the body into square of the perpendicular distance between the two axes. കണ്ടോ? അപ്പോൾ ഈ സെൻറ്റർ ഓഫ് മാസിലൂടെയുള്ള മൊമെൻ്റ് ഓഫ് ഇനേഷ്യ നിങ്ങൾ ഏതെങ്കിലും മാത്തമാറ്റിക്കൽ പ്രൊസീജിയർ ഉപയോഗിച്ച് കണ്ടുപിടിക്കണം. അത് കിട്ടിയാൽ അതുമായി പാരലലായി വരുന്ന ഏത് ആക്സിസിലെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ കണ്ടുപിടിക്കാനും നമുക്ക് പാരലൽ ആക്സിസ് തിയറം ഉപയോഗിക്കാം. ക്ലിയർ അല്ലേ? യെസ്, പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം. ഓൾറെഡി നമ്മൾ പാരലൽ ആക്സിസ് തിയറം പറഞ്ഞു. ഈ പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം കൂടെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ കണ്ടുപിടിക്കുന്നതിൽ ഒരു മാസ്റ്ററായി മാറും. ഓക്കെ, ദെൻ എന്താണ് ആ തിയറം നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ കൺസിഡർ എ ബോഡി ഇൻ XY പ്ലെയിൻ. ഓക്കെ, ഇപ്പോൾ ഇതാ Y ആക്സിസ്, ഇങ്ങോട്ട് X ആക്സിസ്, മുകളിലോട്ട് Z ആക്സിസ്. അപ്പോൾ ബോഡി ഇതാ XY പ്ലെയിനിലാണ് ബോഡി ഇരിക്കുന്നത്. ഈ യെല്ലോ കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്നതാണ് ബോഡി. ഇതാണ് XY പ്ലെയിനിലാണ് ബോഡി. ഓക്കെ, ഇറ്റ് ക്യാൻ ബി അസ്യൂംഡ് ടു this entire body is made up of large number of particles. നമ്മൾ സെയിം അപ്ലൈ ചെയ്യുന്ന പ്രൊസീജിയറാണ്. അതായത് ദാറ്റ് ബോഡി ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ലാർജ് നമ്പർ ഓഫ് സ്മോൾ പാർട്ടിക്കിൾസ്. ഓക്കെ, കൺസിഡർ വൺ സച്ച് പാർട്ടിക്കിൾ. ഒരാളെ എടുക്കൂ നിങ്ങൾ, ഓഫ് മാസ് M. ഈ സ്മോൾ എം എന്ന് പറയുമ്പോൾ ബോഡിയുടെ ടോട്ടൽ മാസ് അല്ല, ആ ബോഡി ഉണ്ടാക്കിയിരിക്കുന്നത് സ്മോൾ എം എന്ന് പറയുന്ന കുറേ മാസുകൾ കൊണ്ടാണ്. അതിൽ ഒരാളുടെ മാസാണ് സ്മോൾ എം at a distance r from the origin. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഇതാ ഈ പോയിന്റിൽ നിന്നും എത്ര അകലത്തിലാണ് നമ്മുടെ ബോഡി ഇരിക്കുന്നത്? ഇതാ സ്മോൾ എം മാസുള്ള ഒരാളെ എടുക്കുന്നു. അയാൾ r ഡിസ്റ്റൻസ് അകലെയാണ്, XY പ്ലെയിനിലാണ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അയാളുടെ കോർഡിനേറ്റ്സ് പറയാം, എക്സും വൈയും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റുന്ന ആദ്യത്തെ ഇക്വേഷനാണ് r² ഈസ് ഈക്വൽ ടു x² പ്ലസ് y². ഇതാ ഇത് r ആണ്, ഇത് x ആണ്, ഇത് y ആണ്. അപ്പം നമുക്കറിയാം എക്സും വൈയും പെർപെൻഡിക്കുലർ ആണ്. അങ്ങനെയാണെങ്കിൽ r ഈക്വൽ ടു റൂട്ട് ഓഫ് x² പ്ലസ് y² എന്നാണല്ലോ. അപ്പോൾ r² ഈസ് ഈക്വൽ ടു x² പ്ലസ് y². ക്ലിയർ അല്ലേ? ദെൻ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദി പാർട്ടിക്കിൾ എബൌട്ട് x ആക്സിസ്. ഓക്കെ, ഈ പാർട്ടിക്കിളിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എബൌട്ട് ഏത് ആക്സിസാണ് പറഞ്ഞത്? X ആക്സിസിനെ ബേസ് ചെയ്ത്. X ആക്സിസിൽ നിന്നും എത്ര ഡിസ്റ്റൻസ് അകലെയാണ് ആ പാർട്ടിക്കിൾ ഇരിക്കുന്നത്? ആക്ച്വലി X ആക്സിസ് എന്ന് പറഞ്ഞാൽ ഇവിടേക്കാണ് കേട്ടോ. അപ്പോൾ പാർട്ടിക്കിൾ ഇതാ Y ഡിസ്റ്റൻസ് അകലല്ലേ ഇരിക്കുന്നത്. മനസ്സിലായല്ലോ? XY പ്ലെയിൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് നിൽക്കുന്നത്. അപ്പോൾ ബോഡി XY പ്ലെയിനിലുണ്ട്, അതിലൊരു പാർട്ടിക്കിളിനെ നമ്മൾ കൺസിഡർ ചെയ്തു. അപ്പോൾ X ആക്സിസ് എന്ന് പറയുമ്പോൾ അതാ നിങ്ങൾ നോക്കൂ, ഔട്ട്വേർഡ് ആണ്. അപ്പോൾ അവിടെ നിന്ന് Y ഡിസ്റ്റൻസ് അകലല്ലേ ആ പാർട്ടിക്കിൾ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് IX ഈസ് ഈക്വൽ ടു my². ഈ സ്റ്റെപ്പ് എല്ലാവർക്കും മനസ്സിലായോ? IX ഈസ് ഈക്വൽ ടു my². എന്തുകൊണ്ടാണ് IX ഈസ് ഈക്വൽ mx² വരാതെ my² വന്നത്? ഒരു കാര്യമില്ല. ഇതാ നോക്കൂ, ഇതാണ് X ആക്സിസ്, ബോഡി ഇതാ ഇവിടെ ഇരിക്കുന്നു. അപ്പോൾ ഇവിടേന്ന് ഒരു പാർട്ടിക്കിളിനെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ആ പാർട്ടിക്കിളിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ എന്താ വരുന്നത്? ഈ ഡിസ്റ്റൻസ് അല്ലേ വരുന്നത്. അപ്പോൾ IX ഈസ് ഈക്വൽ ടു ഓർമ്മിച്ച് വെച്ചോളൂ my². അങ്ങനെയാണെങ്കിൽ X ആക്സിസിനെ ബേസ് ചെയ്തുള്ള ടോട്ടൽ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ കിട്ടാൻ എന്താ പ്രൊസീജിയർ? നമ്മൾ സ്ഥിരം ചെയ്യുന്ന പ്രൊസീജിയർ IX ഈസ് ഈക്വൽ ടു my². ഓക്കെ, അപ്പോൾ ആ ബോർഡറെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഏത് ആക്സിസിനെ ബേസ് ചെയ്ത് കിട്ടി? X ആക്സിസിനെ ബേസ് ചെയ്ത് കിട്ടി. ഇതുപോലെ Y ആക്സിസിനെ ബേസ് ചെയ്ത് കാണണം. അപ്പം നമ്മൾ വീണ്ടും എന്ത് ചെയ്യുന്നു? ആ സെയിം പാർട്ടിക്കിളിനെ കൺസിഡർ ചെയ്യുന്നു. ഇതാണ് Y ആക്സിസ്. അവിടെ നിന്ന് എത്ര അകലത്തിലാണ് പാർട്ടിക്കിൾ ഇരിക്കുന്നത്? നോക്കൂ, ബോഡി ഇങ്ങനെ ഇരിക്കുമ്പോൾ ആക്ച്വലി ആ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണേ. അങ്ങനെയാണെങ്കിൽ ആ Y ആക്സിസിലെ ബോർഡറെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ കണ്ടുപിടിക്കുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു ഒരു പാർട്ടിക്കിൾ മാത്രം എടുത്താൽ IY ഈസ് ഈക്വൽ ടു my² എന്ന് വരും. ടോട്ടൽ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ എബൌട്ട് Y ആക്സിസ് എന്ന് പറയുമ്പോൾ ഇതുപോലെ തന്നെ ഇവിടെ X വന്നാൽ ഇവിടെ Y വരും അല്ലേ? ഇവിടെ Y വന്നാൽ ഇവിടെ ആര് വരും? X വരും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? IY ഈസ് ഈക്വൽ ടു mx².
നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എക്സ് ആക്സിസിനെ ബേസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ വൈ ആക്സിസിനെ ബേസ് ചെയ്തിട്ടുള്ള മൊമെൻ്റ് ഓഫ് ഇനേഷ്യ അല്ല നമുക്ക് വേണ്ടത്. നമുക്ക് ഏതിനെ ബേസ് ചെയ്തുള്ള മൊമെൻ്റ് ഓഫ് ഇനേഷ്യയാണ് വേണ്ടത്? സെഡ് ആക്സിസിനെ ബേസ് ചെയ്തുള്ള മൊമെൻ്റ് ഓഫ് ഇനേഷ്യയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സെഡ് ആക്സിസ് എന്ന് പറയുമ്പോൾ ഇതല്ലേ, അവിടെ നിന്ന് എത്ര ഡിസ്റ്റൻസ് അകലെയാണ് ആ പാർട്ടിക്കിൾ ഇരിക്കുന്നത്? 6 ഡിസ്റ്റൻസ് അകലെയല്ലേ? അങ്ങനെയാണെങ്കിൽ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഓഫ് ദ ബോഡി അബൌട്ട് സെഡ് ആക്സിസ് ഈസ് ഈക്വൽ ടു ഐ സെഡ് ഈസ് ഈക്വൽ ടു സിഗ്മ എം ആർ സ്ക്വയർ. നോക്കൂ, ഈ ബോഡി ഇതാണല്ലോ എക്സ് വൈ പ്ലെയിൻ, അവിടെ ഒരു ബോഡി ഇരിക്കുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സെഡ് ആക്സിസിന് എത്ര അകലത്തിലാണ് ബോഡി ഇരിക്കുന്നത്? 6 ഡിസ്റ്റൻസ് അകലയിൽ ഇരിക്കുന്നത്. അതിലൊരു പാർട്ടിക്കിളിലോട്ടുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മൾ 6 എടുത്തത്. അങ്ങനെയാണെങ്കിൽ ആ പാർട്ടിക്കിളിന് മാത്രം മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് സെഡ് ആക്സിസ് എന്ന് പറയുമ്പോൾ ഐ സെഡ് ഈസ് ഈക്വൽ ടു നമുക്ക് എം ഇൻറ്റു ആർ സ്ക്വയർ എന്ന് വരും. നമുക്ക് ടോട്ടൽ കിട്ടാൻ എന്ത് ചെയ്യണം? ടോട്ടൽ കിട്ടണമെങ്കിൽ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ സമ്മേഷൻ സിമ്പിൾ ഉപയോഗിക്കണം. അങ്ങനെയാണെങ്കിൽ ഐ സെഡ് ഈസ് ഈക്വൽ ടു സിഗ്മ എം ആർ സ്ക്വയർ. ഓക്കെ, ആറിന് പകരം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് എം ഇൻറ്റു ആറിന് പകരം റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ, അപ്പോൾ ആർ സ്ക്വയറിന് പകരം എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ ഐ സെഡ് ഈസ് ഈക്വൽ നമുക്ക് എന്താ എഴുതാം? സിഗ്മ എം എക്സ് സ്ക്വയർ. ഓക്കെ, സിഗ്മ എം എക്സ് സ്ക്വയർ പ്ലസ് സിഗ്മ എം വൈ സ്ക്വയർ. ഇതാരാണ്? ഇതാരാണ്? അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് എഴുതാൻ പറ്റുന്ന വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസൾട്ട് നോക്കൂ നിങ്ങൾ. ഐ സെഡ് ഈസ് ഈക്വൽ ടു ഐ എക്സ് പ്ലസ് ഐ വൈ. ഓക്കെ, അപ്പോൾ നമ്മൾ പറയുന്നു മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദ പ്ലാനാർ ബോഡി. കാരണം എക്സ് വൈ പ്ലെയിനിലാണ് ബോഡി എന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിൻ്റെ തിക്നെസ് വെരി വെരി സ്മോൾ എന്ന് അസ്യൂം ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ആ പ്ലാനാർ ലാമിന എനി ഷേപ്പ് ആവാം, റെക്ടാങ്കുലർ ലാമിനാന്നോ ട്രയാങ്കുലർ ലാമിനാന്നോ ഏത് വേണമെങ്കിലും എടുക്കാം. ഇറ്റ്സ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് സെഡ് ആക്സിസ് ഈസ് ഈക്വൽ ടു മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദ ബോഡി അബൌട്ട് എക്സ് ആക്സിസ് പ്ലസ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദ ബോഡി അലോങ് വൈ ആക്സിസ്. ഓക്കെ, അപ്പോൾ ഡെഫിനേഷൻ ഞാൻ പറഞ്ഞു തരട്ടെ നിങ്ങൾക്ക്. എന്താ ഡെഫിനേഷൻ? മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ബോഡി ലൈയിങ് ഇൻ എ പ്ലെയിൻ. ലൈയിങ് ഇൻ എ പ്ലെയിൻ, അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ലൈയിങ് ഇൻ എ പ്ലെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബോർഡർ തിക്നെസ് നെഗ്ലിജിബിൾ എന്നുള്ള അസംഷനിലാണ് ഈ ഡെറിവേഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. പ്ലെയിൻ എബൌട്ട് എൻ ആക്സിസ് പെർപെൻഡിക്കുലർ ടു ഇറ്റ്സ് പ്ലെയിൻ. അപ്പോൾ ബോഡി എക്സ് വൈ പ്ലെയിനിലാണ്. നമ്മൾ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിച്ചത് ഏത് പ്ലെയിനിലാണ്? എക്സ് വൈ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള സെഡ് ആക്സിസിലാണ് കണ്ടത്. അതുകൊണ്ടാണ് പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞത്. ഈസ് ഈക്വൽ ടു ദ സം ഓഫ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദ ബോഡി അബൌട്ട് എനി ടു മ്യൂച്വലി പെർപെൻഡിക്കുലർ ആക്സിസ്. ശരിയല്ലേ? സെഡിന് പെർപെൻഡിക്കുലർ ആണല്ലോ എക്സും വൈയും. ആൻഡ് ദ എനി ടു മ്യൂച്വലി പെർപെൻഡിക്കുലർ ആക്സിസ് in its plane and intersecting each other at that point where the perpendicular axis passes through the body. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അതായത് സെഡ് ആക്സിസിലൂടെയുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കാൻ എക്സും വൈയും കൂടെ ഇൻ്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ആ പ്ലെയിനിൽ, ആ പോയിന്റിലൂടെ തന്നെയാണ് ആരും പോയിട്ടുള്ളത്? സെഡ് ആക്സിസും പോയിട്ടുള്ളത്. നിങ്ങൾക്ക് അറിയാതെ എക്സും വൈയും സെഡും പെർപെൻഡിക്കുലറാണ്. അപ്പോൾ എക്സ് ആക്സിസിലെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ നിങ്ങൾക്ക് അറിയാം, വൈ ആക്സിസിലെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ നിങ്ങൾക്ക് അറിയാം. അങ്ങനെയാണെങ്കിൽ അതിന് രണ്ടിനും പെർപെൻഡിക്കുലറായ ആക്സിസിലെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കിട്ടാൻ ഐ സെഡ് ഈസ് ഈക്വൽ ടു ഐ എക്സ് പ്ലസ് ഐ വൈ എന്ന് എടുക്കാം. രണ്ട് കാര്യങ്ങൾ എന്താ വെച്ചാൽ എക്സും വൈയും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിരിക്കണം. അതുപോലെ തന്നെ ആ പോയിന്റ് ഏതിലൂടെ പാസ് ചെയ്തിരിക്കണം? ആ രണ്ട് ആക്സിസുകൾ മീറ്റ് ചെയ്യുന്ന പോയിന്റ് തേർഡ് ആക്സിസിന് പെർപെൻഡിക്കുലറായിട്ട് പോകണം. അതായത് കൺകറൻ്റ് എന്നൊക്കെ പറയും നമ്മൾ. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ പറയാം. മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ബോഡി ലൈയിങ് ഇൻ എ പ്ലെയിൻ, ഹിയർ എക്സ് വൈ പ്ലെയിൻ, എബൌട്ട് ആൻ ആക്സിസ് പാസിംഗ് ത്രൂ പെർപെൻഡിക്കുലർ ടു ഇറ്റ്സ് പ്ലെയിൻ, ഹിയർ സെഡ് ആക്സിസ്, ഈസ് ഈക്വൽ ടു ദ സം ഓഫ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദ ബോഡി എബൌട്ട് any two mutually perpendicular axes, here ix and iy, in its plane and intersecting each other at that point where the perpendicular axis passes through the body. ixും iyയും izും പെർപെൻഡിക്കുലർ ആവണം, മൂന്നും ഒരു പോയിന്റിലൂടെ പാസ് ചെയ്യണം. പിന്നെ നമ്മളൊരു കാര്യം കൂടെ എടുക്കുന്നു. നമ്മളിവിടെ തിൻ ലാമിനകൾക്കാണ് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം പറയുന്നത്. തിക്നെസ് വളരെ കൂടുതലുള്ള ബോഡികൾക്ക് ഈ തിയറം അപ്ലിക്കബിൾ അല്ല. അതുകൊണ്ടാണ് നമ്മൾ ആദ്യമേ പ്ലാനാർ ബോഡി എക്സ് വൈ പ്ലെയിൻ എല്ലാം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ രണ്ട് തിയറങ്ങളും ക്ലിയർ അല്ലേ?
പാരലൽ ആക്സിസ് തിയറം, പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം. ഈ രണ്ട് തിയറങ്ങളുടെ ഇമ്പോർട്ടൻസ് എന്താണ്? നമുക്ക് സെൻറ്റർ ഓഫ് മാസിലൂടെയുള്ള ആക്സിസിലെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ അറിയാമെങ്കിൽ പാരലൽ ആയിട്ടുള്ള ഏത് ആക്സിസിലെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ കണ്ടുപിടിക്കാനും നമുക്ക് എന്ത് ചെയ്യാം? പാരലൽ ആക്സിസ് തിയറം ഉപയോഗിക്കാം. അതുപോലെ തന്നെ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള രണ്ട് ആക്സിസുകളുടെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ അറിയാമെങ്കിൽ അതിന് രണ്ടിനും പെർപെൻഡിക്കുലറായി വരുന്ന മൂന്നാമത്തെ ആക്സിസിലെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ കണ്ടുപിടിക്കാൻ നമുക്ക് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം ഉപയോഗിക്കാം. ഓക്കെ, ഇനി ഇത് വെച്ചുകൊണ്ട് നമുക്ക് കുറേ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ കോൺസെപ്റ്റ് ഒന്നും കൂടെ ക്ലിയർ ആവും. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ള എക്സാമ്പിൾസ് ഉണ്ടല്ലോ, അതിൽ നമ്മൾ സെൻറ്റർ ഓഫ് മാസിലൂടെ പോകുന്ന ആക്സിസുകളാണ് ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്ക് ഏത് ആക്സിസ് വേണേൽ എടുക്കാം, കാരണം നമ്മൾ രണ്ട് തിയറങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, നമുക്ക് റോഡ് മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഓഫ് എ തിൻ യൂണിഫോം റോഡാണ് കാണേണ്ടത്. മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഓഫ് എ തിൻ യൂണിഫോം റോഡ്. അപ്പം നമ്മൾ ഓൾറെഡി ഡിറൈവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതായിരുന്നു ആക്സിസ് എങ്കിൽ, ആക്സിസ് പാസിംഗ് ത്രൂ സെൻറ്റർ ഓഫ് മാസ് ആൻഡ് പെർപെൻഡിക്കുലർ ഇറ്റ്സ് ലെങ്ത് ആണെങ്കിൽ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ എന്തായിരുന്നു? കമോൺ പറയൂ. യെസ്, ml²/12. ml²/12 പഠിപ്പിച്ചതല്ലേ? ഹിയർ ഇതാണ് ആക്സിസ് എന്ന് വിചാരിച്ചോളൂ. ഓക്കെ, നിങ്ങൾ പറയൂ എന്തായിരിക്കും മൊമെൻ്റ് ഓഫ് ഇനേഷ്യ? ഇൻ്റഗ്രേറ്റ് ചെയ്യണോ? വേണ്ട, ഞാൻ ഈ ആക്സിസിന് എക്സ് എന്നും അല്ലെങ്കിൽ നമുക്കൊരു ആക്സിസിന് പേര് കൊടുക്കാം, എ എന്ന് കൊടുക്കാം, IA. അപ്പോൾ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എബൌട്ട് എ ആസ് ആക്സിസ് IA ഈസ് ഈക്വൽ ടു, കമോൺ നിങ്ങൾ ആൻസർ ചെയ്യൂ, ഇറ്റ് ഈസ് ICM പ്ലസ് ടോട്ടൽ മാസ് ഓഫ് ദ ബോഡി ഇൻറ്റു സ്ക്വയർ ഓഫ് ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടു ആക്സിസ്. സ്ക്വയർ ഓഫ് ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടു ആക്സിസ് ഈസ് L/2 ഹോൾ സ്ക്വയർ. ക്ലിയർ ആയോ? അപ്പോൾ ഈ ആക്സിസിലെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ നമ്മൾ ഓൾറെഡി പഠിച്ചു വെച്ചിട്ടുണ്ടല്ലോ. ml²/12 പ്ലസ് ml²/4 ആണല്ലോ. L/2 ഹോൾ സ്ക്വയർ, L²/4. സോ ടോട്ടൽ മാസ് ഓഫ് ദ ബോഡി ഇൻറ്റു L² ഇൻറ്റു രണ്ട് എല്ലും സെയിം ആട്ടോ, ml² ഇൻറ്റു 1/12 പ്ലസ് 1/4. ഇത് ചെയ്തോളൂ, നിങ്ങൾക്ക് ml²/3 എന്ന് വരും, ml²/3. അപ്പോൾ ഈ ആക്സിസിലെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ml²/12 ആണെങ്കിൽ ഈ ആക്സിസിലാണ് റോഡ് റിവോൾവ് ചെയ്യുന്നതെങ്കിൽ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ml²/3 ആണ്. ഇൻക്രീസ് ആയി. എന്താ കാരണം? ആദ്യത്തെ കേസിൽ നമ്മൾ ഇവിടെ ആക്സിസ് ചൂസ് ചെയ്യുമ്പോൾ മാസ് പാർട്ടിക്കിൾസിന് മാക്സിമം എത്ര ഡിസ്റ്റൻസ് വരെ പോകാൻ പറ്റും? ഈ സൈഡിലോട്ട് L/2 ദൂരം വരെ പോകാൻ പറ്റും, ഈ സൈഡിലോട്ട് -L/2 ദൂരം വരെ പോകാൻ പറ്റും. ഇപ്പം മാക്സിമം ആക്സിസിൽ നിന്ന് L/2 ദൂരം വരെയല്ലേ പോകാൻ പറ്റൂ. പക്ഷേ നിങ്ങൾ ഇവിടെ ആക്സിസ് ചൂസ് ചെയ്ത് എന്ത് സംഭവിക്കും? പാർട്ടിക്കിൾസിന് L/2 അല്ല L വരെയും പോകാം. അതായത് മെനി ഓഫ് ദ മാസ് പാർട്ടിക്കിൾസ് മൂവ് എവേ ഫ്രം ദി ആക്സിസ്. അതുകൊണ്ടാണ് അത് ml²/3 ആയത്. അപ്പോൾ നിങ്ങൾ ഇനി ഓർമ്മിച്ച് വെച്ചോളൂ കേട്ടോ. Moment of inertia of a thin rod about an axis passing through center and perpendicular to its length is ml²/12. Moment of inertia of a thin rod about an axis passing through its one end and perpendicular to its length is ml²/3. Okay. ഇനി പെട്ടെന്ന് നിങ്ങളൊന്ന് ആൻസർ ചെയ്ത് നോക്കൂ. What is the moment of inertia about this point? This point is at a distance L/4 from one end. ഇതാണ് ആക്സിസ് എങ്കിൽ ആ ആക്സിസിലെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യൂ ചാറ്റ് ബോക്സിനകത്ത്. ഈ ഡിസ്റ്റൻസ് എത്രയാണ് വരിക? ഇത് L/4 ആണെങ്കിൽ പിന്നെ ഇതും L/4 തന്നെയല്ലേ വരിക. അപ്പോൾ ഈ ആക്സിസിനെ ഞാൻ ബി എന്നെടുക്കാം. IBയുടെ വാല്യൂ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യൂ. IB ഈസ് ഈക്വൽ ടു എന്താ വരിക? ICM പ്ലസ് ടോട്ടൽ മാസ് ഓഫ് ദ റോഡ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദാറ്റ് ടു ആക്സിസ് സ്ക്വയർ. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിൻ്റെ സ്ക്വയർ നിങ്ങൾ ചെയ്ത് ആൻസർ കണ്ടുപിടിക്കും. ഇതൊക്കെ എളുപ്പമായി. ഇനിയൊക്കെ വളരെ എളുപ്പ കാര്യങ്ങൾ കേട്ടോ. റോഡിൻ്റെ ഒരു സ്പെഷ്യൽ കേസ് പറഞ്ഞു തരട്ടെ ഞാൻ. ഇൻ്റഗ്രേഷൻ ഒന്നും ആവശ്യമില്ലാതെ ചെയ്യാൻ പറ്റും നമുക്ക്. ഒരു റോഡ്, ഇതാണ് റോഡ്. ഓക്കെ, ഇതാണ് ആക്സിസ് ഓഫ് റൊട്ടേഷൻ. ഇങ്ങനെയാണ് കറങ്ങുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് റോഡ് നിൽക്കുന്നത്, എന്നിട്ട് റോഡ് ഇങ്ങനെ കറങ്ങുന്നു. ഓക്കെ, നമുക്കറിയാം വൺ എൻഡിനെ ബേസ് ചെയ്ത് കറങ്ങുമ്പോഴുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയുടെ വാല്യൂ എത്രയായിരുന്നു? ml²/3 ആണ്. അതെങ്ങനെ വരണം? ഇങ്ങനെയാണ് ആക്സിസ്, ഇതാണ് റോഡ്, ഇങ്ങനെയാണ് റിവോൾവ് ചെയ്യുന്നതെങ്കിൽ ഇയാളുടെ ടോട്ടൽ മാസ് m ആണ്, ഈ ലെങ്ത് L ആണെങ്കിൽ നമുക്കറിയാം വൺ എൻഡിനെ ബേസ് ചെയ്ത് റോഡ് റിവോൾവ് ചെയ്യുമ്പോൾ അയാളുടെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ml²/3 ആണ്. പക്ഷേ ഇവിടെ നോക്കൂ, ആക്സിസുമായിട്ട് ഒരു ആംഗിളിലാണ് നിൽക്കുന്നത്, തീറ്റ ആംഗിളിലാണ് നിൽക്കുന്നത്.
ഓക്കെ, ഒരു ഷോർട്ട് കട്ട് പറഞ്ഞുതരാം. എന്ത് ചെയ്യണം അറിയോ നിങ്ങൾ? ലെറ്റ് us ഇമാജിൻ ഇതിനെ നമ്മളിതാ ഇവിടേക്കും അതുപോലെ ഇവിടേക്കുമായിട്ട് റിസോൾവ് ചെയ്തെന്ന് വിചാരിച്ചോളൂ. ഓക്കെ, കുഴപ്പമില്ലല്ലോ. ടോട്ടൽ ലെങ്ത് L ആണ്, അയാളെയാണ് നമ്മൾ റിസോൾവ് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ ഈ ലെങ്ത് L ആണെങ്കിൽ ഈ ലെങ്ത് ആരായിരിക്കും ഇവിടെ? L sin θ എന്നല്ലേ വരെ? ആണല്ലോ. ഈ ലെങ്ത് ആരാ? L cos θ. ഇത് നമ്മുടെ ഇമാജിനേഷൻ ആട്ടോ, നമ്മൾ അങ്ങനെ ഇമാജിൻ ചെയ്തു. ടോട്ടൽ ലെങ്ത് ഈസ് ഡിവൈഡഡ് ഇൻ ടു 2 റെക്ടാങ്കുലർ കമ്പോണൻസ് L sin θ ആൻഡ് L cos θ. ഇനി ഈ L cos θ എന്ന് പറയുന്ന ലെങ്ത് ഉണ്ടല്ലോ, അയാളുടെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഈ ആക്സിസിൽ പറയുമ്പോൾ, അതായത് ഈ L cos θ കമ്പോണൻറ്റിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ പറയുമ്പോഴേ നോക്കൂ, ആ റോഡിൻ്റെ ലെങ്ത്തിന് തിന്നായ റോഡാണ്. അപ്പോൾ അത് തന്നെ ആക്സിസ് നമ്മൾ ചൂസ് ചെയ്താൽ, അതായത് ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം. അതായത് നമ്മളൊരു റോഡ് ഇങ്ങനെ വെച്ചു, എന്നിട്ട് നമ്മൾ ആക്സിസ് ഇങ്ങനെ തന്നെ ചൂസ് ചെയ്തു. അങ്ങനെയാകുമ്പോൾ തിൻ റോഡാണെങ്കിൽ ആ ആക്സിസിലെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ അപ്രോക്സിമേറ്റ്ലി 0 എന്ന് എടുക്കുക. മനസ്സിലായോ? അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ L cos θ കമ്പോണൻ്റ് ഉണ്ടല്ലോ, L cos θ കമ്പോണൻറ്റിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ അപ്രോക്സിമേറ്റ്ലി എന്താക്കി എടുക്കും? I1 എടുക്കാം. I1 അപ്രോക്സിമേറ്റ്ലി എന്തായി പോവും? 0 ആയി പോവും. ഓക്കെ, ഇനി L sin θ ഉണ്ട്. L sin θ കമ്പോണൻറ്റിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് 1 എന്ന് പറയുമ്പോൾ നിങ്ങൾ പഠിച്ച ഇക്വേഷൻ എന്ന് പറയുക I2 ഈസ് ഈക്വൽ ടു ml²/12 എന്നല്ലേ പഠിച്ചിട്ടുള്ളത്? ഇവിടെ ml²/12 m ഇൻറ്റു അയാളുടെ എത്ര ലെങ്തേ വരുന്നുള്ളൂ? L sin θ. ഓക്കെ, ml²/12 ml². അപ്പോൾ m ഇൻറ്റു L sin θ ഹോൾ സ്ക്വയർ ബൈ 12 അല്ല, 1 end ആണ്. 1 end ആകുമ്പോൾ ബൈ 3. അതായത് ഞാൻ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞു, ഇങ്ങനെയാണ് റോഡ് നിൽക്കുന്നതെങ്കിൽ എന്ത് വരും? ഇതിൻ്റെ ലെങ്ത് L ആണെങ്കിൽ നമുക്ക് കിട്ടുന്നത് ml²/3 എന്നല്ലേ? അല്ലേ? ഇവിടെ എന്താ പ്രശ്നം? L ഇല്ല, Lൻ്റെ പകരം ആരേ ഉള്ളൂ? L sin θ ഉള്ളൂ. അപ്പോൾ ml sin θ ഹോൾ സ്ക്വയർ ബൈ 3 എന്നാണ് വരിക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇൻ ജനറൽ പറയും ഈ അറേഞ്ച്മെൻറ്റിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എത്രയാണ്? എബൌട്ട് ദിസ് ആക്സിസ് ഇറ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ മാസ് ഇൻറ്റു L sin θ all square by 3 is the answer. ക്ലിയർ ആയോ? അപ്പോൾ നമ്മൾ ജസ്റ്റ് റിസോൾവ് ചെയ്തിട്ട് പെർപെൻഡിക്കുലർ ലെങ്ത് മാത്രം എടുത്താൽ മതി. ആക്സിസിന് പെർപെൻഡിക്കുലർ ലെങ്ത് മാത്രം എടുക്കുന്നു എന്ന് അസ്യൂം ചെയ്യുക. ശരിക്കും പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നേരത്തെ ചെയ്തതുപോലെ ഒരു എലമെൻ്റ് എടുക്കണം, ആ എലമെൻറ്റിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കാണണം, ടോട്ടൽ കിട്ടാൻ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ആ പ്രൊസീജിയറിലാണ് പോകേണ്ടത്. ഫൈനൽ റിസൾട്ട് ml²/3. ഹിയർ L ഈസ് റീപ്ലേസ്ഡ് ബൈ L sin θ. റിങ് നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് റിങ് എന്തായിരുന്നു ഇക്വേഷൻ? എല്ലാവരും ഒന്ന് പറയും. മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് റിങ്, മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് റിങ് ഓർ ഹൂപ്പ് about an axis passing through center and perpendicular to the plane ആണ് നമ്മൾ ഡിറൈവ് ചെയ്തിരുന്നത് mr². ഓക്കെ, എന്നാൽ ഞാൻ വേറെ കുറച്ച് ആക്സിസുകൾ കൂടെ പറയട്ടെ നിങ്ങളോട്. ഇതാണ് റിങ്, ഇതാണ് ഡയമീറ്റർ. ഓക്കെ, ഇത് അടുത്ത ഡയമീറ്റർ, രണ്ടും ഡയമീറ്ററാണ്. ഇത് അതിന് രണ്ടിനും പെർപെൻഡിക്കുലറായി പോകുന്ന ആക്സിസ്. ഇത് നമുക്കറിയാം, സെൻറ്റർ ഓഫ് മാസിലൂടെ പോകുന്ന ആക്സിസ് ആണിത്. ഇത് സെൻറ്റർ ഓഫ് മാസ് ആണ്. അപ്പോൾ അതിലൂടെ പോയ ആക്സിസ് ആണ്. ഈ ആക്സിസിലെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ IXY എന്ന് എടുക്കാം. പിന്നെ ഡയമീറ്റർ എന്ന് പറയുമ്പോൾ ഈ ഡയമീറ്ററും ഈ ഡയമീറ്ററും പെർപെൻഡിക്കുലറാണ്. അപ്പോൾ നിങ്ങളൊരു റിങ് എടുത്തു, ഡയമീറ്റർ നമ്പർ 1, ഡയമീറ്റർ നമ്പർ 2, അതിന് രണ്ടിനും പെർപെൻഡിക്കുലറാണ് സെൻറ്റർ ഓഫ് മാസിലൂടെ പോണ ആക്സിസ്. അപ്പോൾ റിങ് നിങ്ങൾ XY പ്ലെയിനിലാന്ന് വിചാരിച്ചോളൂ. നമുക്കറിയാം IX പ്ലസ് IY ഈസ് ഈക്വൽ ടു IZ ആണോ? ഇതിന് വേണമെങ്കിൽ 2 times IX ഈസ് ഈക്വൽ ടു എനിക്ക് IZ എന്ന് എഴുതാൻ പറ്റും. എന്താ കാരണം അറിയോ? റിങ് ആണെങ്കിൽ ഡയമീറ്റർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയും ചൂസ് ചെയ്യാം, ഇങ്ങനെയും ചൂസ് ചെയ്യാം. അപ്പോൾ ഈ ഡയമീറ്ററിനെ ബേസ് ചെയ്ത് റിങ്ങിന് റിവോൾവ് ചെയ്യാം, ഈ ഡയമീറ്ററിനെ ബേസ് ചെയ്തും റിങ്ങിന് റിവോൾവ് ചെയ്യാം. രണ്ട് കേസിലും മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ സെയിം അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ IXൻ്റെ മാഗ്നിറ്റ്യൂഡും IYയുടെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയേണ്ട കാര്യമില്ല ഇവിടെ, കാരണം മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ആണല്ലോ. അപ്പോൾ IXും IYയും ഈക്വൽ ആണ്. അപ്പോൾ
2 ടൈംസ് ഐ എക്സ് ഈസികൾ ഐ സെഡ് എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ 2 ടൈംസ് ഐ എക്സ് എന്ന് പറയുമ്പോൾ ഡയമീറ്റർ ആയതുകൊണ്ട് ഐ ഡയാന്ന് കൊടുത്തു ഞാൻ. എക്സും വൈയും ഇതാണ് ഡയമീറ്ററിലൂടെ പാസ് ചെയ്യുന്ന ആക്സിസുകളാണ്. ഇതിൻ്റെ വാല്യൂ നമുക്കറിയാം, ഇറ്റ് ഈസ് എം ആർ സ്ക്വയർ. അപ്പം നിങ്ങൾ നോക്കൂ, ഐ ഡയമീറ്റർ ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടുന്നു, എം ആർ സ്ക്വയർ ഡിവൈഡർ ബൈ 2. അപ്പം ഡിസ്കിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ എന്ന് കേട്ട ഉടനെ കയറി നിങ്ങൾ എം ആർ സ്ക്വയർ എന്ന് കയറി ആൻസർ ചെയ്യരുത്. എം ആർ സ്ക്വയർ വരണമെങ്കിൽ എപ്പോഴേ അതിന് പോസിബിലിറ്റി ഉള്ളൂ, എബൌട്ട് ആൻ ആക്സിസ് പാസിംഗ് ത്രൂ സെൻറ്റർ ആൻഡ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ ആണ് എം ആർ സ്ക്വയർ. പക്ഷെ അതേ സമയത്ത് നിങ്ങളൊരു റിങ് എടുത്തു, അതിൻ്റെ ഡയമീറ്ററിലൂടെ ഒരു ആക്സിസ് സെറ്റ് ചെയ്തു, ആ ഡയമീറ്ററിനെ ബേസ് ചെയ്ത് നമ്മുടെ റിങ് റിവോൾവ് ചെയ്യുന്ന സമയത്ത് മൊമെൻ്റ് ഓഫ് ഇനേഷ്യ എം ആർ സ്ക്വയർ അല്ല, എം ആർ സ്ക്വയർ ബൈ 2 ആണ്. ക്ലിയർ ആയല്ലോ അല്ലേ? ഇനി അതുപോലെ തന്നെ നമുക്ക് വേറെ ആക്സിസുകൾ പറയാം. നോക്കൂ, ഇതാ നമുക്കൊരു ടാൻജൻ്റ് എടുക്കാം. ടാൻജൻ്റ് എങ്ങനെയത്? ടാൻജൻ്റ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ ആണല്ലോ, ടാൻജൻ്റ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ. അപ്പോൾ ഐ ടി, ഒന്നുകൂടെ പറയാം, ടാൻജൻ്റ് പെർപെൻഡിക്കുലർ ടു പ്ലെയിൻ ആണ് ആദ്യം ഞാൻ പറയുന്നത്. ടാൻജൻ്റ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ, ടാൻജൻ്റ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ എത്രയാണ് വരും നിങ്ങളൊന്ന് പറയും. അത് കിട്ടണമെങ്കിൽ ഈ ആക്സിസിലെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഐ എക്സ് വൈ അല്ലെങ്കിൽ നമുക്ക് ഐ സി എം പ്ലസ് എന്തെടുക്കാം, ഐ സി എം പ്ലസ്. കമോൺ, ഈ ആക്സിസ് ആണ് നമ്മൾ ഇവിടെ ഐ ടി പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ എന്ന് പറഞ്ഞത്. അപ്പോൾ ഐ സി എം പ്ലസ്, കമോൺ, ഐ സി എം പ്ലസ് ടോട്ടൽ മാസ് ഓഫ് ദ ബോഡി ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, സ്ക്വയർ ഓഫ് ദി പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ 2 ആക്സിസ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, എം ആർ സ്ക്വയർ പ്ലസ് എം ആർ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ടൈംസ് എം ആർ സ്ക്വയർ. നോക്കൂ, അപ്പോൾ ആക്സിസ് പാസിംഗ് ത്രൂ സെൻറ്റർ ആൻഡ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ എം ആർ സ്ക്വയർ, എബൌട്ട് ഡയമീറ്റർ എം ആർ സ്ക്വയർ ബൈ 2, ടാൻജൻറ്റ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ 2 എം ആർ സ്ക്വയർ. വാല്യൂ മാറി കണ്ടോ? അപ്പോൾ ആക്സിസ് നമ്മൾ ഡിഫൈൻ ചെയ്യണം, മെൻഷൻ ചെയ്യണം, എന്നിട്ട് മാത്രമേ മൊമെൻ്റ് ഓഫ് ഇനേഷ്യയെ കുറിച്ച് പറയാവൂ. ഇനി നിങ്ങൾക്ക് ഞാൻ വേറൊന്ന് കാണിച്ചു തരാം. ടാൻജൻറ്റ്, ഇപ്പോൾ നമ്മൾ പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ അല്ലേ എടുത്തത്, ടാൻജൻറ്റ് ഇൻ ദ പ്ലെയിൻ ആണെങ്കിലോ, ടാൻജൻറ്റ് ഇൻ ദ പ്ലെയിൻ. ഇപ്പോൾ ഐ ടാൻജൻറ്റ് ഇൻ ദ പ്ലെയിൻ, ഐ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ എബൌട്ട് ടാൻജൻഷ്യൽ ആക്സിസ് ഇൻ ദ പ്ലെയിൻ. നേരത്തെ പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിനാണ് നമ്മൾ കണ്ടത്. നിങ്ങളൊരു റിങ് എടുത്തതൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കൂ കേട്ടോ. ഇൻ ദ പ്ലെയിൻ ആകുമ്പോൾ ഈ ആക്സിസ് ആരാ, ഡയമീറ്റർ അല്ലേ. അപ്പോൾ ഐ ഡയമീറ്റർ, കാരണം സെൻറ്റർ ഓഫ് മാസിലൂടെ പോണ ആക്സിസ് എന്ന് പറയുമ്പോൾ അവിടെ ഡയമീറ്റർ ആക്കി എടുത്തൂടെ, അതിന് പാരലൽ ആയിട്ടുള്ള ഒരു ആക്സിസ് അല്ലേ നമുക്ക് വേണ്ടത്. അപ്പോൾ ഐ ഡയമീറ്റർ പ്ലസ് എന്ത് വരുന്നു, ടോട്ടൽ മാസ് ഓഫ് ദ ബോഡി ഇൻറ്റു സ്ക്വയർ ഓഫ് ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. സോ എം ആർ സ്ക്വയർ ബൈ 2 പ്ലസ് എം ആർ സ്ക്വയർ, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 3/2 എം ആർ സ്ക്വയർ. കണ്ടോ, വേറെ ആൻസറാണ് കിട്ടുന്നത്. ഇപ്പോൾ റിങ്ങിൻ്റെ കേസിൽ തന്നെ 4 കാര്യങ്ങൾ നമ്മൾ പഠിപ്പിച്ചു. ആക്സിസ് പാസിംഗ് ത്രൂ സെൻറ്റർ ആൻഡ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ എം ആർ സ്ക്വയർ, എബൌട്ട് എനി ഡയമീറ്റർ എം ആർ സ്ക്വയർ ബൈ 2, ടാൻജൻറ്റ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ 2 എം ആർ സ്ക്വയർ, ടാൻജൻറ്റ് പാരലൽ ടു ദ പ്ലെയിൻ എം ആർ സ്ക്വയർ, 3/2 എം ആർ സ്ക്വയർ. അപ്പോൾ ആക്സിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഡിപ്പെൻഡ്സ് നോട്ട് ഓൺലി ഓൺ മാസ്, ആൾസോ ഓൺ ആക്സിസ് ഓഫ് റൊട്ടേഷൻ. ഓക്കെ, റിങ്ങും ഡിസ്കും കൂടെ നമുക്കൊന്ന് കമ്പയർ ചെയ്യാം. നമുക്കറിയാം, ഫസ്റ്റ് ഓഫ് ഓൾ ഇതാണ് ആക്സിസ് വിചാരിച്ചോളൂ. ആക്സിസ് പാസിംഗ് ത്രൂ സെൻറ്റർ ആൻഡ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ നമ്മൾ ഓൾറെഡി ഡിറൈവ് ചെയ്തിട്ടുണ്ട്. സേ I1 ഈസ് ഈക്വൽ ടു എം ആർ സ്ക്വയർ. അത് ഡിസ്കിൻ്റെ കേസിലോട്ട് വന്നാലോ, ആക്സിസ് പാസിംഗ് ത്രൂ പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ പാസിംഗ് ത്രൂ സെൻറ്റർ എന്താ വരിക, ഇവിടെ I1 എന്ന് പറയുമ്പോൾ നമ്മൾ ഡിറൈവ് ചെയ്ത് വെച്ചിട്ടുണ്ട് എം ആർ സ്ക്വയർ ഡിവൈഡർ ബൈ 2. ഇപ്പം റിങ്ങിന് എം ആർ സ്ക്വയർ, അവിടെ എം ആർ സ്ക്വയർ ബൈ 2, എബൌട്ട് ആൻ ആക്സിസ് പാസിംഗ് ത്രൂ സെൻറ്റർ ആൻഡ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ. ദെൻ അടുത്തേക്ക് വരും നിങ്ങൾ, ഡയമീറ്റർ. നമുക്കറിയാം ഇതും ഡയമീറ്റർ ആണ്, ഇതും ഡയമീറ്റർ ആണ്. 2 ടൈംസ് ഐ ഡയമീറ്റർ ഈസ് I1. ഇത് കാരണം ഇതിനും പെർപെൻഡിക്കുലർ ആണല്ലോ ഇത്. സോ 2 ടൈംസ് ഐ ഡയമീറ്റർ ഈസ് എം ആർ സ്ക്വയർ. അപ്പോൾ ഐ ഡയമീറ്റർ ഈസ് എന്ത് കിട്ടും, നമുക്ക് ആ ആക്സിസ് 2 എന്ന് എടുക്കാം.
2 എന്ന് പറഞ്ഞ ആക്സിസ് I2 ഈസ് ഈക്വൽ ടു MR സ്ക്വയർ ഡിവൈഡർ ബൈ 2. ഡിസ്കിലേക്ക് വരൂ. I ഡയമീറ്റർ പ്ലസ് I ഡയമീറ്റർ ഈസ് ഈക്വൽ എന്താ കിട്ടുക നമുക്ക്? MR സ്ക്വയർ ബൈ 2. 2 ടൈംസ് I ഡയമീറ്റർ ഈസ് ഈക്വൽ ടു MR സ്ക്വയർ ബൈ 2. അപ്പോൾ I ഡയമീറ്റർ ഈസ് ഈക്വൽ ടു നമുക്കതിനെ I2 എന്ന് എടുക്കാം. I2 ഈസ് ഈക്വൽ ടു MR സ്ക്വയർ ഡിവൈഡർ ബൈ 4. ഇപ്പോൾ ഡയമീറ്ററിനെ ബേസ് ചെയ്ത് റിങ്ങിന് MR സ്ക്വയർ ബൈ 2ഉം ഡിസ്കിന് MR സ്ക്വയർ ബൈ 4ഉമാണ്. ഇനി നമുക്ക് ടാൻജൻറ്റിലോട്ട് വരാം. ടാൻജൻറ്റ് ഇൻ ദ പ്ലെയിൻ. നമുക്ക് ആ ആക്സിസ് 3 എന്ന് വിചാരിക്കാം. അപ്പോൾ I3 ഈസ് ഈക്വൽ എന്ത് വരുന്നു? I3 ഈസ് ഈക്വൽ ടു ടാൻജൻറ്റ് ഇൻ ദ പ്ലെയിൻ. എത്ര വരും നിങ്ങൾ പറയൂ? ഈ ആക്സിസിൽ MR സ്ക്വയർ ബൈ 2 ആണ്. ഇവിടുന്ന് ഇവിടേക്കുള്ള ഡിസ്റ്റൻസ് 6 ആണ്. അപ്പോൾ ഈ ആക്സിസിലെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ, സെൻറ്റർ ഓഫ് മാസിലൂടെ പോകുന്ന ആക്സിസിലെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ പ്ലസ് ടോട്ടൽ മാസ് ഓഫ് ദ ബോഡി ഇൻറ്റു സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. അപ്പോൾ നമുക്ക് MR സ്ക്വയർ ബൈ 2 പ്ലസ് MR സ്ക്വയർ, ഞാൻ നേരത്തെ പറഞ്ഞതാണ് നിങ്ങൾക്കത്, ദാറ്റ് ഈസ് ഈക്വൽ ടു 3/2 MR സ്ക്വയർ വരും ആണല്ലോ. അതേ കേസ് നമുക്ക് ഇവിടെ എന്ത് വരും? എബൌട്ട് ടാൻജൻറ്റ് ഇൻ ദ പ്ലെയിൻ എന്താ വരിക? നമുക്കത് 3 എന്ന് കൊടുക്കുകയാണെങ്കിൽ I3 ഈക്വൽ ടു കമോൺ MR സ്ക്വയർ ബൈ 2 ആണല്ലോ ഈ ആക്സിസ് ഓൾറെഡി ഉള്ളത്. സോറി, ആ ആക്സിസിൽ ഓൾറെഡി ബൈ 4 ആണ് കേട്ടോ. ഡയമീറ്റർ അല്ലേ ഇത്? ഇവിടെയാണ് MR സ്ക്വയർ ബൈ 2, അവിടെ MR സ്ക്വയർ ബൈ 4 ആണ്. പ്ലസ് MR സ്ക്വയർ ഇവിടെ വരും. അപ്പോൾ 1 പ്ലസ് 1/4 ദാറ്റ് ഈസ് ഈക്വൽ ടു 5/4 MR സ്ക്വയർ എന്ന് വരുന്നു. ടാൻജൻറ്റ് ഇൻ ദ പ്ലെയിൻ. ഇനി ടാൻജൻറ്റ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ വേണോ? ഇതാ നമുക്ക് ഇങ്ങനെ എടുക്കാം. ഇങ്ങനെ ആക്സിസ് എങ്ങനെ പോകുന്നു? അങ്ങനെ ഈ ആക്സിസ് 4 എന്ന് എടുക്കാം. ആക്സിസ് പാസിംഗ് ത്രൂ ആക്സിസ് ഇസ് ദ ടാൻജൻറ്റ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ. അതെങ്ങനെ കിട്ടും? നമുക്കതിനെ 4 എന്ന് എടുക്കാം. I4 ഈസ് ഈക്വൽ ടു ഈ ആക്സിസിൽ എത്രയാണ്? MR സ്ക്വയർ പ്ലസ് ടോട്ടൽ മാസ് ഓഫ് ദ ബോഡി ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ 2 ആക്സിസ്. MR സ്ക്വയർ പ്ലസ് MR സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു 2MR സ്ക്വയർ. ഓക്കെ, അത് ആക്സിസ് നമുക്ക് ഇവിടെ എടുക്കാം. ആക്സിസ് ഈസ് ദ ടാൻജൻറ്റ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ. എത്ര വരും നിങ്ങൾ പറയൂ? I4 ഈക്വൽ ടു ഈ ആക്സിസിലായിരുന്നെങ്കിൽ എത്രയാണ് വരുന്നത്? MR സ്ക്വയർ ബൈ 2. അതിൻ്റെ കൂടെ നമ്മൾ ആരെ ആഡ് ചെയ്യണം? മാസ് ഇൻറ്റു സ്ക്വയർ ഓഫ് ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് MR സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു 3/2 MR സ്ക്വയർ കേട്ടോ. അപ്പോൾ ഡിസ്കും അതുപോലെ റിങ്ങും ക്ലിയർ ആണല്ലോ. ഇനി നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളെ കുറിച്ച് പറയാം. അതായത് ട്രയാങ്കുലർ ലാമിന, സോളിഡ് സ്ഫിയർ, ഹോളോ സ്ഫിയർ, ക്യൂബ്, സോളിഡ് സിലിണ്ടർ, ഹോളോ സിലിണ്ടർ. അപ്പോൾ നിങ്ങൾ ബേസിക്സ് NCERT ബുക്കിൽ നിന്ന് നിങ്ങൾക്ക് പറ്റുന്ന പോലെയുള്ള കാര്യങ്ങളെല്ലാം വായിക്കണം. നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ കുറച്ചും കൂടെ ഹയർ ആയിട്ടുള്ള അറേഞ്ച്മെൻറ്റുകളുടെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ പഠിപ്പിച്ചു തരാം. ഓക്കെ, അപ്പോൾ പാരലൽ ആക്സിസ് തിയറം, പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം തറ നോളജ് വേണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വിളിച്ച് ചോദിക്കണം. താങ്ക് യു.